ഇതാണല്ലേ നിന്റെ വിശ്വരൂപം? മൃഗമേ, നിന്നെ വിശ്വസിച്ച് അവനെ കൊന്ന് ഞാൻ മഹാപാപിയായിരിക്കുന്നു. ഇനി നീ വാക്കുമായിരിക്കും. എന്നെ രക്ഷപ്പെടുത്തും. നിർത്താൻ. മടയനായ മനുഷ്യ, നിനക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായ നിന്റെ സുഹൃത്തിനെ നീ കൊന്നു. നീയാണോ ഞാനാണോ പിശാച്? നിനക്ക് ശാപം. നിനക്ക് നൽകാനിരുന്ന സമ്പൽ സമൃദ്ധിയുടെ കനൽക്കട്ടകൾ കരിക്കട്ടകളായിരിക്കുന്നു. നിനക്ക് കരുതി വെച്ച കതിർക്കട്ടകൾ പതിർക്കെട്ടുകളായി നിത്യശാപത്തിന്റെ അഗ്നിനാളങ്ങളുമായി ആത്മാവിന്റെ വേട്ടക്കാരൻ നിന്റെ തൊട്ടു മുൻപിൽ. ദുഷ്ടേ, ഇത് ചതിയാണ്. ഇത് ചതിയല്ല, വിധിയാണ്. സ്വയം വരുത്തിവെച്ച വിധി. നീ ഞങ്ങൾ രണ്ടുപേരെയും ഒരേപോലെ കബളിപ്പിക്കുകയായിരുന്നല്ലേ? ഞാനോ? ഇവന്റെ ത്യാഗസന്നദ്ധതയും നിന്റെ സ്നേഹശൂന്യതയുമാണ് നിങ്ങൾ രണ്ടുപേരുടെയും വഴിമുടക്കിയത്. അല്ലെങ്കിൽ രണ്ടിലൊരാൾ രക്ഷപ്പെട്ടേനെ. ഇനി സഹിക്കാൻ പറ്റാത്ത ഏകാന്തതയും ഭീതിജനകമായ ശൂന്യതയുമാണ് നിനക്ക് വിധിച്ചിരിക്കുന്നത്. ഇനി നീ രക്ഷപ്പെടണമെങ്കിൽ ഒരു നിയോഗം പോലെ ഏതെങ്കിലും ഒരു തോണി അപകടത്തിൽപ്പെട്ട് ആരെങ്കിലും ചരിത്രത്തിന്റെ തനിയാവർത്തനം പോലെ ഇവിടെ എത്തണം. ജീവിച്ചിരിക്കുമെങ്കിൽ അതുവരെ നീ കാത്തിരിക്കുക. അല്ലെങ്കിൽ ഈ അലകടലിൽ നിന്റെ ആത്മാവ് ഒഴുകി നടക്കും. എന്നെ കൂടെ ഉപേക്ഷിക്കരുത്. ഏത് നരകത്തിലേക്കാണെങ്കിലും എന്നെ കൂടി കൊണ്ടുപോകും. നരകത്തിന് പോലും വേണ്ടാതെ നരയിക്കാനാണ് നിന്റെ വിധിയെങ്കിൽ അത് അനുഭവിച്ചേ മതിയാവൂ. ഞാൻ മടങ്ങുകയാണ്. ഇവന്റെ ദൗത്യം തീർക്കുവാനുള്ള നിയോഗവുമായി ദൈവം പ്രതികാരം ചെയ്യുമെന്നാണ് അവസാനമായി ഇവൻ പറഞ്ഞത്. അത് ജഗത്താനും കഴിയും. നിന്റെ നിയോഗത്തിനായി നീ കാത്തിരിക്കുക കൽപ്പാന്ത കാലത്തോളം. കൂട്ടുകാരൻ, മരിച്ചവരെ പേടിക്കുന്നതിന് പേടിക്കേണ്ടത് ജീവനുള്ളവരെ. പുറത്തേക്കൊന്ന് നോക്കി. നിന്നെ തേടി വന്നവർ കാത്തു നിൽക്കുന്നത് കണ്ടോ? നരപൂജികൾ. എന്റെ അമ്മേ, ഈ കഥ അവസാനിക്കുന്നില്ല. ഇവന് വേണ്ടി കാലം കരുതി വെച്ചിട്ടെന്താ? നിമിഷാർദ്ധങ്ങൾക്കുള്ളിലുള്ള മരണമോ, അതോ യുഗദീർഘമായ കാത്തിരിപ്പോ? പ്രകൃതി ഇവിടെ നിശ്ചലമാകുന്നു.